സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡ് എക്സ്പെരിമെന്റ് നിങ്ങൾ പഠിച്ചു. അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ ഇനി നമുക്ക് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ പാർട്ടാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. സോ ആ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നതിന് മുമ്പിട്ട് നമുക്ക് വീണ്ടും ആ ഒരു എക്സ്പെരിമെന്റിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു ഒബ്സർവേഷൻ, അതായത് നിങ്ങളിപ്പോൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഒബ്സർവേഷൻസ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ ഒരു കാൽക്കുലേഷൻ ഡിസ്കഷനിലേക്ക് പോവാം. സോ ഫസ്റ്റ് വൺ, നിങ്ങൾ ഒബ്സർവ് ചെയ്ത ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത് W1. സോ W1 എന്ന് പറയുമ്പോൾ വെയിറ്റ് ഓഫ് സാൻഡ് പോറിംഗ് സിലിണ്ടർ ആൻഡ് സാൻഡ്. സെക്കൻഡ് വൺ is W2, that is weight of sand in cone. Then W3, that is weight of a cylinder and sand after pouring the sand into the calibrating container and cone. Okay, ആ കാലിബ്രേറ്റിംഗ് കണ്ടെയ്നറിൻ്റെ അകത്തും കോണിൻ്റെ അകത്തും ഫില്ല് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള സാൻഡിൻ്റെയും ആ സിലിണ്ടറിൻ്റെയും വെയിറ്റിനെയാണ് നമ്മൾ W3 എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ ഒബ്സർവ് ചെയ്തത് W4 ആണ്. W4 എന്ന് പറയുമ്പോഴത്തേനും ആ എക്സ്കവേറ്റ് ചെയ്ത ഹോളും അതുപോലെ കോണും ഫില്ല് ചെയ്തതിന് ശേഷം സാൻഡ് പോറിംഗ് സിലിണ്ടറിൻ്റെ അകത്ത് നിൽക്കുന്ന ബാക്കി സാൻഡിൻ്റെയും ആ ഒരു സിലിണ്ടറിൻ്റെയും വെയിറ്റിനെയാണ് W4 എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. So next is volume of the calibrating container and is denoted by the letter VA. സോ ഈ കാലിബ്രേറ്റിംഗ് കണ്ടെയ്നറിൻ്റെ വോളിയം അത് തന്നെ ആയിരിക്കും ആ എക്സ്കവേറ്റഡ് ഹോളിൻ്റെയും വോളിയം. കറക്റ്റ് നമ്മൾ ആ ഡെപ്തും ഡയമീറ്ററും കറക്റ്റായിട്ട് എക്സ്കവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. സോ ആ വോളിയം ഓഫ് ദ കാലിബ്രേറ്റിംഗ് കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ ആ ഒരു കാലിബ്രേറ്റിംഗ് കണ്ടെയ്നറിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് അറിയാം, ഇറ്റ് ഇസ് സിലിണ്ട്രിക്കൽ അല്ലേ. സോ ആ സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത് πr²h. സോ അതിൻ്റെ ഡയമീറ്റർ 10 സെൻറ്റിമീറ്റർ ആണ്. ദെൻ റേഡിയസ് ഈസ് അതിൻ്റെ ഹാഫ് 5 സെൻറ്റിമീറ്റർ. സോ πr², അതിൽ ആറും എച്ചും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ യു ഗെറ്റ് ദ ആൻസർ. സോ ഇവിടെ നമ്മൾ വാല്യൂസ് എല്ലാം സെൻറ്റിമീറ്ററിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വോളിയം കിട്ടുന്നത് ഇൻ ടേംസ് ഓഫ് സെൻറ്റിമീറ്റർ ക്യൂബ്. ദെൻ നെക്സ്റ്റ് വൺ is capital W, that is wet weight of soil from the excavated hole. Excavated hole നിന്ന് നമ്മൾ എടുത്ത സോയിലിൻ്റെ വെറ്റ് വെയിറ്റ് ആണ്. The next WD is the dry weight of the excavated soil. Then small letter w is the water content അല്ലെങ്കിൽ moisture content. ഇത്രയും ഓക്കെ ആണല്ലോ. സോ ഇതാണ് നിങ്ങളുടെ സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡ് എക്സ്പെരിമെന്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്. സോ അതിനുശേഷം നമുക്ക് കാൽക്കുലേഷൻ പാർട്ടിലേക്ക് പോകാം. സോ ഫസ്റ്റ് നോക്കിക്കേ, first one is the weight of sand filling the calibrating container, that is WA കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്തു, and it is obtained from W1 minus W3 minus W2. സോ ഈ W1 W3 W2 എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ ഇതിൻ്റെ വാല്യൂസും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് WA കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ അതിനുശേഷം ബൾക്ക് ഡെൻസിറ്റി ഓഫ് സാൻഡ്. Bulk density of sand is equal to the weight divided by volume, WA divided by VA. Then weight of sand filling the excavated hole. അത് നമ്മൾ WB എന്ന് ഡിനോട്ട് ചെയ്തു, and that WB is obtained by W1 minus W4 minus W2. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് വാല്യൂസും നിങ്ങളുടെ കയ്യിലുണ്ട്, അത് സബ്ട്രാക്ട് ചെയ്യുക, ദെൻ യു ഗെറ്റ് ദ ആൻസർ WB. സോ അതിനുശേഷം ഇനി എന്താ, നമുക്ക് ആ ഒരു എക്സ്കവേറ്റഡ് ഹോളിൻ്റെ അകത്ത് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ച സാൻഡിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വോളിയം ഈസ് ഈക്വൽ ടു വെയിറ്റ് ബൈ ഡെൻസിറ്റി. അതായത് നമുക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു വെയിറ്റ് ബൈ വോളിയം ആണ് എങ്കിൽ വോളിയം ഈസ് ഈക്വൽ ടു വെയിറ്റ് ബൈ ഡെൻസിറ്റി ആയിരിക്കും. സോ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും, അത് ഇൻ ടേംസ് ഓഫ് സെൻറ്റിമീറ്റർ ക്യൂബിലായിരിക്കും. സോ ദെൻ ബൾക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കുക. ബൾക്ക് ഡെൻസിറ്റി ഓഫ് ദ വെറ്റ് എക്സ്കവേറ്റഡ് സോയിൽ ഈസ് ഈക്വൽ ടു W ഡിവൈഡഡ് ബൈ V. അത് ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിലായിരിക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്. സോ ഡബ്ല്യുവിൻ്റെ വാല്യൂ നിങ്ങളുടെ കയ്യിലുണ്ട്. W എന്ന് പറയുമ്പോൾ എന്താ, വെറ്റ് വെയിറ്റ് ആണ്. വെറ്റ് വെയിറ്റ് ഓഫ് ദ എക്സ്കവേറ്റഡ് സോയിൽ ആണ് W ഡിവൈഡഡ് ബൈ വോളിയം.
ദെൻ നെക്സ്റ്റ് മോയ്സ്ചർ കണ്ടന്റ് അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് ഓഫ് ദി സോയിൽ കണ്ടുപിടിക്കുക. സ്മോൾ ലെറ്റർ W കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. സോ ഈ മോയ്സ്ചർ കണ്ടന്റ് കണ്ടുപിടിക്കുന്ന എക്സ്പെരിമെന്റ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. സോ അതിന്റെ ഇക്വേഷനും നിങ്ങൾക്ക് അറിയാം അല്ലെ, ഓവൻ ഡ്രൈ മെത്തേഡ് വെച്ചിട്ട്. സോ അത് നമ്മൾ ക്യാപിറ്റൽ W, അതായത് ആ വെറ്റ് വെയിറ്റ് മൈനസ് ഡ്രൈ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ വാട്ടർ കണ്ടന്റ് കിട്ടും. ബട്ട് നമ്മളത് എപ്പോഴും ഇൻ ടേംസ് ഓഫ് ഡ്രൈ വെയിറ്റിൽ എക്സ്പ്രസ് ചെയ്യുന്നു. സോ water content W is equal to capital W, wet weight minus dry weight divided by dry weight. സോ അതിനുശേഷം നമ്മുടെ ഫൈനൽ ആൻസർ, അതായത് എക്സ്കവേറ്റഡ് സോയിലിൻ്റെ ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് dry density equal to wet density divided by 1 plus W. Okay, ആ W means moisture content ആണ്, water content. സോ അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ഡെൻസിറ്റി ഓഫ് എക്സ്കവേറ്റഡ് സോയിലിൻ്റെ ആൻസർ കിട്ടും ഇൻ ടേംസ് ഓഫ് gram per centimeter cube. ഓക്കെ.